കേരളത്തിൽ ഓരോ ദിവസവും മരണപ്പെടുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10 മുതൽ 14 പേർ വരെയാണ് ഒരു ദിവസം മരണപ്പെടുന്നത്. എൻ്റെ പേര് ദിലീപ്, അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഞങ്ങൾ ഇത് അനിൽ സാറ്, ഇത് വൈശാഖ് സാറ്, ഞങ്ങളെല്ലാവരും പാലക്കാട് RTO ഓഫീസിൽ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായി ജോലി ചെയ്യുന്നവരാണ്. നമുക്ക് 2 വീലറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് ഹെൽമെറ്റ് ധരിക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പുറകിലിരിക്കുന്ന ആളുകളും ഫ്രണ്ടിലിരിക്കുന്ന ആളുകളും നിർബന്ധമായിട്ട് ഹെൽമെറ്റ് ധരിക്കണം. വീഴുന്ന സമയത്ത് ഫ്രണ്ട് ബാക്ക് എന്നൊന്നും ഇല്ലല്ലോ, എല്ലാം ഒരേ ഈക്വലായിട്ടുള്ള അടിയായിരിക്കും തലയിലേക്ക് കിട്ടുക. സ്വാഭാവികമായിട്ടും നമ്മുടെ തലയായിരിക്കും ആദ്യം ഭൂമിയിൽ പോയി പതിക്കാനുള്ള സാധ്യത. അപ്പോൾ അതിൽ ഒരു 750 കിലോഗ്രാം ഭാരമുള്ളൊരു സാധനം കൊണ്ട് നമ്മുടെ ഒരു തലയ്ക്ക് അടി തന്നാൽ എങ്ങനെയിരിക്കും, അതിന് ഈക്വലായിരിക്കും ആ ഒരു വീഴ്ചയിൽ നമുക്ക് തലയ്ക്ക് കിട്ടുന്ന അടി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നിർബന്ധമായിട്ടും 2 വീലറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് ഹെൽമെറ്റ് ധരിക്കുക. അത് ISI മുദ്രയുള്ള കറക്റ്റ് നമ്മുടെ തലയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെൽമെറ്റ് മാത്രം ധരിക്കുക. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ സേഫ്റ്റി ഡിവൈസ് ആയിട്ടുള്ള സീറ്റ് ബെൽറ്റ് ധരിക്കുക. അതും ഇതുപോലെ തന്നെയാണ്. സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഡാഷ്ബോർഡിലോ വിൻസ്ക്രീൻ ഗ്ലാസ്സിലോ ഒക്കെ പോയി ഇടിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളിലേക്ക് നമ്മുടെ വാരിയലുകളൊക്കെ കുത്തിക്കയറാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനമാണ് സേഫ്റ്റി ഡിവൈസാണ് സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്ന സാധനം. ഇങ്ങനെ ഇതൊക്കെ പാലിച്ചുകൊണ്ട്, നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ വരുന്ന അപകടങ്ങൾ, ശ്രദ്ധയോടുകൂടി ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ വരുന്ന അപകടങ്ങൾ പോലും നമുക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ മാസം 37ാമത് നാഷണൽ റോഡ് സേഫ്റ്റി മന്തായിട്ട് ആചരിക്കുകയാണ്. ജനുവരി 1 മുതൽ 31 ജനുവരി വരെ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയുള്ള ഈ വീഡിയോ പ്രദർശനം നമ്മുടെ ക്യൂബ് ഹൈവേ ചേർന്നിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയുള്ള ഈ വീഡിയോ പ്രദർശനം. അതുപോലെ ഈ മാസങ്ങളിൽ എല്ലാ ഭാഗത്തും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്.